ഈ നമ്മൾ ടിക്ടോക്കിലേക്ക് ഉണ്ടായ സമയത്ത് നമ്മൾ കുറേ പേരുടെ ഭയങ്കര അവരുടെ എക്സ്പ്രഷനൊക്കെ കണ്ട് നമ്മൾ ഭയങ്കര ഫാൻസ് ആയിട്ടുണ്ടാവും. ഈ സ്ലോ മോഷനൊക്കെ ആര് എഡിറ്റ് ചെയ്യുക? ഞാനാണ് എഡിറ്റ് ചെയ്യാറ്. ഇതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാ വീഡിയോസും ഞാനാണ് എഡിറ്റ് ചെയ്യാറ്. പിന്നെ വീഡിയോ എടുത്തു തരുന്ന മാത്രം ഒന്നെങ്കിൽ പപ്പ അല്ലെങ്കിൽ അമ്മ ആയിരിക്കും. ഫാമിലി ഫുൾ പുറത്തേക്ക് പോകുമ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ വന്ന് സംസാരിക്കുന്നത് ദേവനോട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ആസ് എ പാരന്റ്സ് ഭയങ്കര പ്രൗഡ്. അതെ അതെ. പിന്നെ നമ്മൾ പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രായത്തിൽ തന്നെ ദേവുവിന്റെ അമ്മയല്ലേ അല്ലെങ്കിൽ ദേവുവിന്റെ പപ്പയല്ലേ, ദേവു എന്ന് പറയില്ല, ദേവു ദിയാന്നാ പറയാ. ദേവുദിയന്റെ അമ്മ ഇതാ പോണു, ദേവുദിയന്റെ പപ്പ. നമുക്കൊരു അഭിമാനല്ലേ നമ്മുടെ മക്കളെ പേരിൽ അറിയപ്പെടാൻ അല്ലേ. ചേച്ചിയുടെ ഫാൻസ് ഒക്കെ ഒന്ന് ദേവിന്റെ അടുത്ത് ചോദിക്കാറുണ്ടോ ചേച്ചി എവിടെയാന്നൊക്കെ? അപ്പൊ എന്താ സന്തോഷാണോ? ടീച്ചേഴ്സിന്റെ ബാക്കിയുള്ള പേരൻസ് ഒക്കെ പറയാം നിങ്ങളുടെ കണ്ടന്റ്സ് കാണാറുണ്ട്. ടീച്ചേഴ്സ് ഇപ്പം ദേവ് നേരത്തെ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് ചില ആൾക്കാർ നല്ല സപ്പോർട്ടാണ്, ചില ആൾക്കാർ നേരെ ഓപ്പോസിറ്റാണ്. ഒരാള് പറഞ്ഞൊരു ഡയലോഗ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമിച്ച് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരാണ് ക്ലാസ്സിലുള്ളൊരു സാറാണ്. പാരന്റ്സിന്റെ ജോലി എന്താന്നൊക്കെ ചോദിച്ച് എല്ലാ കുട്ടികളും വിളിച്ച് ചോദിക്കുന്നതിന്റെ ഇടയിൽ ദേവ് എണീറ്റ് നിന്ന പാടെ പറഞ്ഞു, നിങ്ങൾ പിന്നെ ആൾക്കാരെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണല്ലേ എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. കാരണം ഒരു സാർ അങ്ങനെ പറയാൻ പാടില്ല. കാരണം കുട്ടികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ഞാൻ ഫ്രണ്ട്ലി ആവണ കുറച്ച് കുട്ടികളോട് പറയും, ആ കുട്ടികളോട് പോയി വർത്താനം പറയണ്ട, ബാക്കിയുള്ള കുട്ടികളോട് മിണ്ടരുത്, അവൾ അടുത്തിരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് സങ്കടമായി. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഈ നമ്മൾ ടിക്ടോക്കിലേക്ക് ഉണ്ടായ സമയത്ത് നമ്മൾ കുറേ പേരുടെ ഭയങ്കര അവരുടെ എക്സ്പ്രഷനൊക്കെ കണ്ട് നമ്മൾ ഭയങ്കര ഫാൻസ് ആയിട്ടുണ്ടാവും. അതിലിപ്പോൾ കുറേ പേര് നമ്മൾ സ്റ്റിൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഈവൻ ബിഗ് സ്ക്രീനിലൊക്കെ നമ്മളിങ്ങനെ കണ്ട് വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ പണ്ട് മുതൽ ഈ കുട്ടിയുടെ എക്സ്പ്രഷൻസ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് അവർ ഇൻസ്റ്റഗ്രാമിൽ വന്നു, യൂട്യൂബിൽ വന്നു, ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്, വ്ളോഗ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ദേവു ആണ് ഇപ്പോൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ദേവു മാത്രമല്ല, വേറൊരു സർപ്രൈസ് ഉണ്ട്. സോ വെൽക്കം. വെൽക്കം. അല്ല, താങ്ക് യു. വെൽക്കം. ഞാനല്ലേ ഇപ്പോൾ 10th ഞാൻ കണ്ടു വ്ളോഗിൽ 10th എക്സാം ഒക്കെ കഴിഞ്ഞു, റിസൾട്ടൊക്കെ വന്നു. എങ്ങനെ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. നമുക്ക് എന്നാലും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ദേവിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് കാണിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? അതെനിക്കറിയില്ല, ഇവിടുത്തെ പിടിച്ചതാ. ഈ ചില ആളുകൾക്കുണ്ടല്ലോ പഴയ വീഡിയോസ് ആകുമ്പോൾ ഭയങ്കര ക്രിഞ്ച് അടിക്കുമെന്ന് ഞാൻ ഓൾറെഡി കുറെ ഇന്റർവ്യൂസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദേവിന് എങ്ങനെയാ? എനിക്കും നല്ലോണം ക്രിഞ്ച് അടിക്കുന്നുണ്ട്. ആണോ? പക്ഷെ കുറെ ഇപ്പോഴും ഭയങ്കര ഫാൻസാണ്. ഇങ്ങനത്തെ ഓൾഡ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ യൂട്യൂബിൽ വരുമ്പോഴേക്കും അതിന്റെ താഴെ കുറെ കമന്റ്സ് ഒക്കെ വരാറില്ലേ? ഞാൻ എൻ്റെ ഓൾഡ് വീഡിയോ കാണുമ്പോൾ തന്നെ സ്കിപ്പ് അടിച്ചു വിടും. കാരണം ഭയങ്കര ക്രിഞ്ചായിട്ട് എനിക്ക് തോന്നലുണ്ട് ഇപ്പോൾ. ആണോ? ഇപ്പോൾ 10th എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചില കമന്റ്സ് ഒക്കെ കണ്ടു, ഈ കുട്ടി 10th എത്തിയിട്ടുള്ളൂ. അപ്പോൾ അന്ന് ടിക്ടോക്ക് ഒക്കെ ചെയ്യുമ്പോൾ എത്ര പ്രായം ഉണ്ടായിരുന്നു? ടിക്ടോക്ക് ചെയ്യുമ്പം ഞാൻ 4th-ലോ 3rd-ലോ ഒക്കെയാണോ? അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ടിക്ടോക്ക് ഒക്കെ പോയില്ലേ? ടിക്ടോക്ക് പോയപ്പം പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിലോട്ട് വന്നു, പിന്നെ യൂട്യൂബ് തുടങ്ങി. അങ്ങനെ ഞാൻ നിങ്ങളുടെ ഇങ്ങനെ ഷോർട്ട് ഫിലിംസ് ഒക്കെ കുറച്ചും കൂടി ത്രില്ലർ സാധനങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ. അത് പക്ഷേ ദേവുവിനോട് മാത്രം ചോദിച്ചിട്ട് കാര്യമില്ല. ഷോർട്ട് ഫിലിം ഒക്കെ പിന്നെ പപ്പയ്ക്കാണോ അതിന്റെ മെയിൻ ആൾക്കാരോട് ചോദിക്കാം. എന്നാലും ഈ ഇൻസ്റ്റാ സ്റ്റാർട്ട്, അതായത് ഇത്ര ഇയേഴ്സ് ആയിട്ട് ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ, അതിന്റെ ഒരു പ്രചോദനം എന്താ? അത് എൻ്റെ പാരൻസ് സപ്പോർട്ട് ചെയ്യണതുകൊണ്ട്, പിന്നെ നമുക്ക് പുറത്തുനിന്ന് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. പിന്നെ ഇപ്പം ഇൻസ്റ്റ ഇപ്പം എൻ്റെ 4ാമത്തെ ചാനലാണ്, അല്ല അക്കൗണ്ടാണ്. മറ്റേത് 3 റിപ്പോർട്ടായി ബാനായി പോയതാണ്. എങ്ങനെ? അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം കഴിഞ്ഞ അക്കൗണ്ട് എന്തോ ഒരു പ്രശ്നം വന്നിട്ട് ബാനായി പോയതാണ്.
ഇതിപ്പം ഞാൻ 4th തുടങ്ങി, അതിപ്പോൾ 100K കഴിഞ്ഞു. അപ്പം ഭയങ്കര സന്തോഷമായി. എന്താ സ്കൂളിലെ ഫ്രണ്ട്സ് ഒക്കെ പറയാ? കാരണം ചെറുപ്പം മുതലേ കാണുന്നുണ്ടല്ലോ ദേവോടെ ഒരു ഗ്രോത്തും വീഡിയോസ് ആണെങ്കിലും പരിപാടീസൊക്കെ. എനിക്ക് സ്കൂളിൽ അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല. ഇല്ലേ? ഇല്ല. ആദ്യം എന്നോട് പറഞ്ഞിരുന്നു, എന്നോട് അധികം ചോദിക്കുക, ഞാൻ അധികം സംസാരിക്കില്ല, ഞാനൊരു ഇൻട്രോവേർട്ടാണ്. എന്താ ഫ്രണ്ട്സ് ഇല്ലാത്ത? ഇൻട്രോവേർട്ട് ആയതുകൊണ്ടാണോ? എന്തുകൊണ്ടാ ഫ്രണ്ട്സ് ഇല്ലാത്ത എനിക്കറിയില്ല. അത് എനിക്ക് ഫ്രണ്ട്സ് ജാടയില്ല, ജാടയാണെന്ന് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഫ്രണ്ട്സ് മീൻസ് ക്ലാസ്മേറ്റ്സ് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഫ്രണ്ട്സ് ഇല്ലാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കും അറിയില്ല എന്താ ഫ്രണ്ട്സ് ഇല്ലാത്തതെന്ന്. ഫാമിലിയാണ് ഫ്രണ്ട്സ് അല്ലേ? അങ്ങനെയാണോ? എന്താ ഫാമിലിയാണ് ഫ്രണ്ട്സ്? അതങ്ങനെയാ. പാരന്റ്സ് ഭയങ്കര ഫ്രണ്ട്സിന്റെ അതേമാതിരി തന്നെയാണ്, അവര് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞാൻ അത് ചോദിക്കായിരിക്കായിരുന്നു. വീഡിയോസിലും ഇപ്പൊ വ്ളോഗ്സിലൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി പേരൻസ് ആണല്ലോ. അപ്പൊ ശരിക്കും ക്യാമറ ഓഫ് ആക്കിയതിന് ശേഷം അവരെങ്ങനെ? അങ്ങനെ തന്നെയാണ്. അവര് എങ്ങനെയാണോ റിയൽ ലൈഫില് അതുപോലെ തന്നെയാണ് ഒരു വ്ളോഗിലും. എന്നോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, എന്ത് ഓപ്പൺ ആയിട്ട് നമുക്ക് പറയാം. എന്താ പുറത്തിറങ്ങുമ്പോ എന്താ ആളുകൾ കൂടുതലും എന്തിനെ കുറിച്ച് പറയാറ്? കാരണം നിങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആയിരിക്കുമല്ലോ വരുന്നത്. അവര് റീൽസിനെ എനിക്ക് തോന്നുന്നു ഷോർട്ട് ഫിലിം ആണ് എല്ലാരും കണ്ട് എൻ്റെ അടുത്തേക്ക് വരല്. ആൾക്കാര് കുട്ടികളാണ് കൂടുതൽ വരാറ്. അപ്പം ഭയങ്കര സന്തോഷാണ്, അവര് കാണുന്നുണ്ട്. വ്ളോഗും അതേമാതിരി തന്നെ കാണലുണ്ട്. അങ്ങനെ അവർക്ക് പിന്നെ കണ്ട വീഡിയോ തന്നെ പിന്നെയും പിന്നെയും കാണുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ പാരന്റ്സ് പറയലുണ്ട്. ചെറിയ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വരാറ്. ഇപ്പൊ നമ്മളിങ്ങനെ പണ്ട് മുതലേ ടിക്ടോക്കിൽ കണ്ട ആളുകളാണല്ലോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോഴും സ്റ്റിൽ നിൽക്കുന്ന കുറേ പേര് നമ്മൾ പണ്ടേ കണ്ട ആൾക്കാരുണ്ടാവും. അപ്പൊ അതിലിപ്പോൾ കുറേ പേര് സിനിമകളിലേക്കൊക്കെ വന്ന് അങ്ങനെ കയറി പോകുന്നുണ്ട്. നിങ്ങളാണെങ്കിൽ ഇങ്ങനെ ഷോർട്ട് ഫിലിം എടുക്കുന്നത് തന്നെ ഒരു സിനിമാറ്റിക് പരിപാടിയിലാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. കാട്ടിനുള്ളിലൊക്കെ പോയിട്ടൊക്കെ കുറെ ചെയ്യാറൊക്കെ. അപ്പൊ അത്ര എഫേർട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നാളെ ഒരു സിനിമ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവും. എനിക്ക് ശരിക്കും പപ്പനോട് ചോദിക്കേണ്ടതാണോ? ഞാൻ ചോദിക്കാം. അല്ല, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു ചാൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഇത് സിനിമയ്ക്കൊക്കെ വേണ്ടിയിട്ട്, മെയിനായിട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം റീൽസ് എടുക്കണതും ഷോർട്ട് ഫിലിം എടുക്കണതും ഒക്കെ. പക്ഷെ ഇതുവരെ ഒരാൾ പോലും കണ്ടിട്ടില്ല. അപ്പം അതിൽ ഭയങ്കര സങ്കടമുണ്ട്. ചിലപ്പോൾ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരും എന്നാണല്ലോ. അതാണ് ബെറ്റർ സാധനമൊക്കെ വരുമായിരിക്കും. അതായിരിക്കും ഇത്ര ഡിലേ ആവുന്നത്. സപ്പോസ് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ, എനിക്ക് ഇന്നാളുടെ കൂടെയൊക്കെ തുടങ്ങണം ആക്ട് ചെയ്തെന്നൊക്കെ? അങ്ങനെയല്ല. പക്ഷെ മീൻസ് നല്ലൊരു നമ്മളെ പൊക്കി പറയാണോന്ന് വിചാരിക്കുന്നത് ഒരു മോഹൻലാലെങ്കിലും മീൻസ് നല്ലൊരു സിനിമയിൽ കിട്ടിയാൽ മതി. ആൾക്കാർ ഓർത്തിരിക്കുന്ന ഒരു ക്യാരക്ടർ. ആ സിനിമ ഇന്ന് നല്ലോണം എല്ലാരും മുന്നിലൊന്ന് എത്തിയാൽ മതി. അത് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ക്യാരക്ടേഴ്സ് കണ്ടിട്ടേ അതെനിക്ക് ആ ഒരു ക്യാരക്ടർ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ട്. നമ്മുടെ വാഴ 2 ഇല്ലേ, അതില് മറ്റേ അലന്റെ അനിയത്തിയായിട്ട് അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ക്യാരക്ടർ എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എങ്കിൽ നിങ്ങളെ ഇപ്പൊ ദേവു ദിയ എനിക്ക് നേരിട്ട് എങ്ങനെയാ അടികൂടുന്ന സിബ്ലിങ്സ് ആണോ നിങ്ങൾ? ഞങ്ങള് നന്നായിട്ട് അടികൂടും. പക്ഷെ അങ്ങനെ കാണുമ്പോ അങ്ങനെ തോന്നാറില്ലല്ലോ. അല്ല, ഞങ്ങള് നന്നായിട്ട് അടികൂടും. അങ്ങനെ ഇപ്പൊ അടുത്തായിട്ട് കുറച്ച് കുറഞ്ഞു. വാഴ 2 കണ്ടതിന് ശേഷം ആയിരിക്കും. വാഴ 2 നിങ്ങൾ ഒന്നിച്ചാണോ പോയി? ഒന്നിച്ചാ കണ്ടേ. ഞങ്ങള് ഭയങ്കര കരച്ചിലായിരുന്നു അത് കണ്ടിട്ട്. ഞങ്ങൾ അടുത്തടുത്തായിരുന്നത്. അപ്പം ഇവളെ എന്നെ നോക്കി കരയുന്നു, ഞാൻ അവളെ നോക്കി കരയുന്നു. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പിന്നെ പഴയ പോലെ അടിയായോ? അല്ല, പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് കുറഞ്ഞു ഇപ്പൊ അടിയൊക്കെ. മീൻസ് വലിയ അടിയില്ല, എന്നാലും ഉണ്ട്. ഞാൻ വെറുതെ ഇരിക്കുമ്പം അടിക്കും, ചിലപ്പോ ഒന്ന് നുള്ളും, ജസ്റ്റ് കോമഡിക്ക്. സീരിയസ് ആയിട്ട് അങ്ങനെ ഇപ്പൊ കുറവാണ്. എനിക്ക് വേറെ ക്യൂരിയോസിറ്റി എന്താന്ന് വെച്ചാൽ നിക്കിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ ആരോ അവളെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കറക്റ്റ് കൊണ്ടുവന്ന് നിർത്തുന്നതൊക്കെ? പപ്പ. ആ എക്സ്പ്രഷൻ ഒക്കെ എവിടെന്നാ വരുന്നത്? അതൊക്കെ നമ്മള് നിക്കി ഇങ്ങോട്ട് നോക്ക് അങ്ങനെയൊക്കെ പറയുമ്പം എപ്പോഴെങ്കിലും ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എപ്പോഴെങ്കിലും വരുന്നതൊക്കെ ആയിരിക്കും അത്. അപ്പൊ അത് നമ്മള് ക്യാമറയിൽ പതിച്ചിങ്ങനെ വെക്കും.
കഷ്ടപ്പാട്. എൻ്റെ വീട്ടിൽ 2 ഡോഗ്സ് ഉണ്ട്. അപ്പൊ നമ്മളൊരു ഫോട്ടോ എടുക്കാൻ തന്നെ ഇവരിങ്ങനെ ഇരിക്കണം ഒന്ന് നന്നായിട്ട് കിട്ടാൻ വേണ്ടിട്ട്. അപ്പോഴാണ് ഞാൻ ആലോചിക്കും ഒരു ക്യാരക്ടർക്ക് ഒരു പട്ടിക്കുട്ടി എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. നിക്കിന്റെ അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെ നിക്കിന്റെ അതിൽ വരുമ്പോഴാണ് നമ്മൾ കുറച്ച് ടൈം പോണത്. പപ്പയാണ് ഒക്കെ മാനേജ് ചെയ്യല്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ദേവുവിന് ചെറിയൊരു ടാസ്ക് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ദേവുയുടെ കുറേ വീഡിയോസൊക്കെ ചെറുതിലേ ടിക്ടോക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് തന്നെ ദേവു ഇപ്പോൾ റീക്രിയേറ്റ് ചെയ്താൽ, വലുതായ ദേവു റീക്രിയേറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ ഞാൻ ആദ്യം കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, റെഡി? ഓക്കെ, അപ്പോൾ ദേവു ഇപ്പോൾ ഈ വീഡിയോ റീക്രിയേറ്റ് ചെയ്യും. പ്ലേ ചെയ്തോ ഒന്നുകൂടി. അയ്യടാ, പക്ഷേ കുട്ടീൻ്റെ ആ ആക്ഷനൊക്കെ മറന്നല്ലേ? ഞാൻ പണ്ട് ഭയങ്കര ഓവർ ആയിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. അല്ല, കുട്ടികളല്ലേ, അപ്പൊ എന്തായാലും അങ്ങനെ ആയിരിക്കും. എന്താ തോന്നി പഴയ വീഡിയോസ് ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്തപ്പോ? എപ്പോഴെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഇല്ല, കുറെ നാൾക്ക് ശേഷമാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ദേവു ആക്ടിങ് മാത്രമല്ല, ദേവുവിന് വേറെ കുറെ കഴിവുകൾ ഉണ്ടെന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. ഞങ്ങൾ രഹസ്യ സംഗീതത്തിൽ നിന്ന് അറിയുന്നു. എന്തൊക്കെയുണ്ട്? പാട്ട് പാടും, ഡാൻസ് കളിക്കും, പിന്നെ അഭിനയിക്കും. പിന്നെന്ത് കഴിവാ എനിക്കുള്ളത്? വരയ്ക്കും. വരയ്ക്കും. ഈ നിങ്ങളുടെ ഫാമിലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാം കഴിവുള്ള ആൾക്കാരാ. അതായത് ഒരു കലാമേഖലയിൽ അത്യാവശ്യം നല്ല എല്ലാവർക്കും സ്കില്ലുണ്ട്. ഒരാൾ പോലും നമ്മൾ വീട്ടിൽ പട്ടിക്കുട്ടി വരെ അഭിനയിക്കുന്ന ഒരു ഫാമിലിയാണ് നിങ്ങളുടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ ദേവു ആക്ടിങ് മാത്രമല്ല ഡാൻസും പാട്ടൊക്കെ ഉണ്ട്. അപ്പൊ പാട്ട് പാടുന്ന ഒരാളെ കിട്ടിയിട്ട് നമ്മൾ പാട്ട് പാടാതെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ പാട്ട് പാടുള്ളൂ. ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാനുള്ളതെന്ന് വിചാരിച്ചോ? അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടും, പാടിക്കോളൂ. പാട്ട് പഠിക്കണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ. ഏതോ മഴയെ നനവോടെ നാം അന്നു കണ്ടു, തീരാ മൊഴിയെ മൗനങ്ങളൊന്നായലിഞ്ഞു, ഈറൻ കാറ്റ് മെല്ലെ മായും മഞ്ഞിൻ്റെ ഉള്ളേ, ഈറൻ കാറ്റ് മെല്ലെ മായും മഞ്ഞിൻ്റെ ഉള്ളേ, പുലരും പൂക്കളായിതാ. അത്ര വലിയ രസം ഉണ്ടാവൂല. രസമുണ്ട്. എന്തെത്ര പേടി, നന്നായിട്ട് പാടുന്നുണ്ട്. സത്യമായിട്ടും താങ്ക് യു. എന്തായാലും നല്ല കമന്റ്സ് അല്ലേ വരാറ്. പിന്നെ എന്തെത്ര ധൈര്യം ഇല്ലാത്ത, നന്നായിട്ട് പാടുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. വെൽക്കം. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലേക്ക് വരുമ്പോഴേ കൂടുതലും ഈ സ്ലോ മോഷൻസിനൊക്കെ ഭയങ്കര റീച്ച് കിട്ടാറില്ലേ? പപ്പേൻ്റെ കൂടെ നടക്കുന്ന വീഡിയോസ് അല്ലാണ്ടുള്ള വീഡിയോസിനൊക്കെ. ഇപ്പൊ ഒരു 39 മില്യൺ വ്യൂസ് വന്ന ഒരു വീഡിയോ കാണിച്ചു തരാം. ഇത് ഈ സ്ലോ മോഷനൊക്കെ എടുക്കുന്ന സമയത്ത് കുറേ മില്യൺസ് വ്യൂസ് വന്ന വീഡിയോസ് ഓൾറെഡി കണ്ട് ശീലമായിട്ടുണ്ടാവും. എന്നാലും സ്ലോ മോഷൻ ഇങ്ങനെ കുറേ വ്യൂസ് ഒക്കെ വരുമ്പോഴേക്കും എന്താ ആൾക്കാർ ഇങ്ങനെ കമൻസ് പറയും. ഞാൻ നെഗറ്റീവായിട്ട് പറയില്ല, എന്നാലും ചിലവരിങ്ങനെ പറയും ചുമ്മാ നടക്കുന്നതിന് എന്തിന് ഇത്ര വ്യൂസ് ഒക്കെ കിട്ടാന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നല്ല ക്ലാരിറ്റി നല്ല ഭംഗിക്ക് എടുക്കുന്ന വീഡിയോസാണ്. അപ്പോൾ ഈ സ്ലോ മോഷനൊക്കെ ആരും എഡിറ്റ് ചെയ്യാം? ഞാനാണ് എഡിറ്റ് ചെയ്യാറ്. ഇതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാ വീഡിയോസും ഞാനാണ് എഡിറ്റ് ചെയ്യാറ്. പിന്നെ വീഡിയോ എടുത്തു തരുന്ന മാത്രം ഒന്നെങ്കിൽ പപ്പ അല്ലെങ്കിൽ അമ്മ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഞാൻ ഇങ്ങനെ നോക്കും, ഞാൻ ഇങ്ങനെ നടക്കും, ഇവിടെ നിന്ന് ഇങ്ങനെ വെക്കണം പറഞ്ഞു കൊടുക്കും. അപ്പൊ അവരതേമാതിരി ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എഡിറ്റിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ സ്ലോ മോഷനൊക്കെ എഡിറ്റ് ചെയ്യാൻ അങ്ങനെ തുടങ്ങിയതാ. ഇപ്പൊ സ്ലോ മോഷൻ ഒരു പ്രത്യേക ഫാൻ ബേസ് വന്നിട്ടുണ്ട് അല്ലേ? ഞാൻ ഇപ്പൊ ഈ അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ അങ്ങനെ സ്ലോ മോഷൻ എടുക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ അക്കൗണ്ടിൽ ഞാൻ ഫുള്ള് ഡാൻസ് ലിപ്സിങ് അങ്ങനെ ആയിരുന്നു. ഈ അക്കൗണ്ടിലാണ് ഞാൻ സ്ലോ മോഷൻ എടുക്കാൻ തുടങ്ങിയത്.
പക്ഷെ അതിന് നല്ല റീച്ച് ഉണ്ട്. ആ ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ച് സമയം നമ്മൾ ദൈവനോട് മാത്രം സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ ദൈവം മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ സർപ്രൈസ് ഉണ്ട്. ദൈവയുടെ ഫാമിലിയും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരെയും കൂടെ വെൽക്കം ചെയ്യാം. ശരി. ഓക്കെ, അപ്പോൾ നമ്മുടെ ദൈവയുടെ ഫാമിലി ഇപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. വെൽക്കം. താങ്ക് യു. ചേച്ചി ഇവിടെ പേടിച്ചിരിക്കുക. ദൈവം എന്താണോ പറഞ്ഞത് അതിന്റെ അപ്പുറമാണ്. എന്നോടൊന്നും ചോദിക്കരുത്. നമ്മളെന്ത് എക്സാമിനൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കില്ല, ഇപ്പൊ എന്നെ വിളിക്കും ആ ഒരു വൈബിൽ ഇരിക്കുന്നത്. എന്തെത്ര പേടിക്കുന്നത്? എത്ര മില്യൺ ഫാൻസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ള ആൾക്കാരാ. പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും ഒരു പേടി, ഒരു സ്റ്റാർട്ടിങ് ട്രിപ്പിൾ അത്രേ ഉള്ളൂ. ഇപ്പൊ എങ്ങനെയാ ഇദ്ദേഹത്തിന് ഇങ്ങനെ വീഡിയോസിലൊക്കെ കൊണ്ടുവരുന്നേ? അവിടെ വീട്ടില് കുഴപ്പമൊന്നുമില്ല. എനിക്കൊന്നും പുറത്തു പോയിട്ട് വേറെ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോഴാണ്. ഞങ്ങളുടെ ക്യാമറയുടെ മുമ്പിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ മാത്രമുള്ളപ്പോ ആൾ ഓക്കെയാണ്. അതെ അതെ അതെ. എന്തുണ്ട് ഫാൻസ് ഒക്കെ എന്ത് പറയുന്നു? എന്താണ് സുഖം. എന്താ പറയാ ഫാൻസ്? സ്കൂളിലൊക്കെ ചെല്ലുമ്പോ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയാ? തീയില്ലേ അത് പിന്നെ അടുത്ത എപ്പിസോഡ് ഏതൊക്കെയാണ്? പിന്നെ തേർഡ് ടോയിന്റെ സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ടൊക്കെ എന്നാ ഇറങ്ങണേന്നൊക്കെ പറയും. ഈ ചേച്ചിനായിട്ട് തല്ലുപിടിക്കാറുണ്ടോ? ആരാ തല്ലുപിടിക്കുക? ചേച്ചിയാണോ തല്ലുപിടിക്കുക? ദിയാമോളാണോ? ഫസ്റ്റ് ചേച്ചി. ചേച്ചി എന്തിനാ തല്ലുപിടിക്കുക? ഈ വലിയ ചേച്ചി എന്തിനാ കൊച്ചിനായിട്ട് തല്ലുപിടിക്കുന്നല്ലേ? എന്റെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ നുള്ളും. നുള്ളിയിട്ട് എനിക്ക് വേദനിച്ച് ഞാൻ അടിക്കും. പിന്നെ ഇങ്ങനെ അടി തുടങ്ങും. എന്നിട്ട് ആരാ അവസാനിപ്പിക്കുക? ആരാ അടി അവസാനിപ്പിക്കുന്നത്? നമുക്ക് രണ്ടാക്കും 3, 2, 1 എന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ട് അവസാനിപ്പിക്കാം. അടിക്കും. ഈ അച്ഛനും അമ്മയിലും കൂടുതൽ കമ്പനി ആരെടുത്താ? കമ്പനിയാണോ? കൂടുതൽ ഫ്രണ്ട്ലി ആരോടാ? പപ്പ. അല്ലെങ്കിൽ അടുത്ത ഷോർട്ട് ഫിലിമിന് റോള്. ഓക്കെ, ഇപ്പൊ ചേട്ടന്റെ പേര് സീക്കോ. അപ്പൊ അല്ലാത്തൊരു ഡിഫറെന്റ് പേരാണല്ലോ. അത് എനിക്ക് തോന്നുന്നു ചിരിക്കണേ. പഴയ ഫുട്ബോൾ പ്ലെയർ ഉണ്ടായിരുന്നു ബ്രസീലില്, സീക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ എന്റെ ഫാദർ ഇട്ടാ, പുള്ളി ഫുട്ബോളായിട്ട് ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു. അങ്ങനെ എന്റെ അറിവില്ലാതിട്ടൊരു പേരാണ് സീക്കോ. പേര് സ്പെല്ലിംഗ് ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് മലയാളികൾക്ക് വായിക്കാൻ എളുപ്പത്തിന് സ്പെല്ലിംഗ് ഞാൻ മാറ്റി അങ്ങനെ സെറ്റ് ആക്കിയതാണ്. ഈ ചേച്ചിയുടെ എങ്ങനെയാ ഒരു ഇതില് ഈ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു? അത് ഫസ്റ്റ് ഇവരെ രണ്ടുപേരും വെച്ചായിരുന്നു ഞാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് കമന്റ് ഓഫ് ആയി പോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികളായതുകൊണ്ട് കിഡ്സ് ഓൺലി ആയിട്ട് മാറുമായിരുന്നു ഈ വീഡിയോ. അപ്പം ഞാൻ ഒന്ന് പരീക്ഷ നോക്കിയതാ വലിയ ആൾക്കാരുണ്ടെങ്കിൽ. അപ്പം അങ്ങനെയാണ് ഫസ്റ്റ്. അപ്പൊ അത് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് കൺവിൻസ് ചെയ്തത്. കമന്റ് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് റീച്ച് കുറവായിരിക്കും, അപ്പൊ അതുകൊണ്ട് അഭിനയിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമന്റ് ഓഫ് ആകാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആളാണ്. അപ്പൊ അങ്ങനെ വിളിച്ച സമയത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇഷ്ടായിരുന്നോ? ഓക്കെ, എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. പണ്ട് ഇഷ്ടമായിരുന്നു, പഠിച്ചോണ്ടിരുന്ന സമയത്ത് സിനിമയിൽ അഭിനയിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇഷ്ടമല്ലാണ്ടായി. ഫാമിലി എല്ലാം കലാകാരന്മാരാണ്. അവരുടെ ഫാദർ, ബ്രദേഴ്സ്. ഞങ്ങളുടെ ഷോർട്ട് ഫിലിമിൽ തന്നെ മാമനായിട്ട് അഭിനയിക്കുന്നത് റിയൽ ആയിട്ട് മാമൻ തന്നെയാണ്, അർജുൻ എന്ന് പറഞ്ഞിട്ട് അനിയൻ. അപ്പൊ അവരെല്ലാം അതെ പണ്ട് മുതലേ അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ അറിയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ഒരാളെ എടുക്കേണ്ടി വന്നിട്ടില്ല. ഫാമിലിയിലുള്ള അച്ഛനൊക്കെ വരും, എല്ലാരും വരും. പക്ഷെ കൊറേ പേര് ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലേ നിക്കിനെ കുറിച്ചിട്ടൊക്കെ. എങ്ങനെ നിക്കിയുടെ ഒരു ഡയലോഗ് പറയോ? ഞാൻ പറഞ്ഞ ഞാനത് സൗണ്ട് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. അതിനകത്ത് ഞാനത് എക്സ്പ്രഷൻസ് നോക്കും ഡബ് ചെയ്യുന്ന സമയത്ത്. നിക്കിന്റെ ഇത് ഷൂട്ട് ചെയ്ത് വെക്കും ഞാൻ. അപ്പം സ്ക്രിപ്റ്റിലുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കുറേ എക്സ്പ്രഷൻസ് എടുത്തു വെക്കും. കംപ്ലീറ്റ് എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ ഈ ടൈം ലൈനിൽ ഇടുന്ന സമയത്ത് ആ ഒരു എക്സ്പ്രഷന് ചേരുന്ന എഴുതിയ ഡയലോഗ് ആയിരിക്കത്തില്ല ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് മാറ്റും. അതേ മീനിങ് വരുന്ന ആ എക്സ്പ്രഷൻ അനുസരിച്ചുള്ള ഡയലോഗ് ഞാൻ അപ്പം ആ സൗണ്ട് മോഡുലേഷൻ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മൾ എഴുതി വെച്ച പോലെ അഭിനയിപ്പിക്കണേ നല്ലത് അഭിനയിച്ചതിനനുസരിച്ച് ഡയലോഗ് കൊടുക്കുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം പിന്നെ ആ ഒരു സൗണ്ട് എഫക്റ്റും കൂടെ വരുമ്പോഴാണ് കറക്റ്റ് നിൽക്കുക. സൗണ്ടിലോട്ട് വരുമ്പോഴാണ് അതൊരു ഞാൻ പറയുമ്പോൾ അത് തോന്നൂല. ആ എഫക്റ്റ് ഇടുന്നത് വരെ സാധാരണ ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കും. പിന്നെ ആ ഒരു വോയിസ് മോഡുലേഷൻ മാത്രം വ്യത്യാസം വരുത്തത്തുള്ളൂ. എങ്ങനെയാ ഇപ്പോ ദൈവവും ദിയൊക്കെ വീട്ടിലെങ്ങനെയാ? നമ്മളിപ്പോ ഇവരെ കൂടുതലും വീഡിയോസിലും ഷോർട്ട് ഫിലിംസിലും റീൽസിലൊക്കെയാണ് കാണുന്നത്. വീട്ടിലെങ്ങനെയാ? ഇവർ ഭയങ്കര കുറുമ്പുള്ള പിള്ളേരാണോ?
അവര് തമ്മിലുള്ള ചെറിയ ഫൈറ്റുകളൊക്കെ ഒഴിച്ച് വേറെ ഒരു ശല്യം ഞങ്ങൾക്കില്ല അവരെ കൊണ്ട്. അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. അവരങ്ങനെ അവരുടെ പരിപാടികളൊക്കെ ഇട്ട് ഒതുങ്ങി. ഞങ്ങളുടെ മക്കളായതുകൊണ്ട് പറയല്ല, നല്ല പിള്ളേരാ, കീർത്തിക്കൊണ്ട് പറയല്ല. അങ്ങനെ ഒരു കുഴപ്പമില്ല. നമ്മളെ കൊണ്ടുപോകുമ്പോഴാണെങ്കിലും ഒന്നിനും വാശി പിടിക്കുകയോ അത് വേണം അങ്ങനത്തെ ഒന്നുമില്ല. ചോദിക്കും, നമുക്ക് അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ ഓക്കെയാണ്. വാശി പിടിക്കില്ല. വാശി പിടിക്കും. പിന്നെ ദേവു ആണെങ്കിലും എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് പറയും. സ്കൂളിലത്തെ കാര്യങ്ങളാണെങ്കിലും അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും എന്തുവാണെങ്കിലും നമ്മളോട് വന്ന് പറയും, അഭിപ്രായം ചോദിക്കും. അങ്ങനെ അങ്ങനെ ആ ഒരു നല്ലൊരു ക്വാളിറ്റി ഞാൻ അവളിൽ കണ്ടിട്ടുണ്ട്. തിരിച്ച് ദിയ കുറച്ച് ഔങ്ങിയ വെള്ളവത്തിയാണോ എനിക്കൊരു സംശയം. അയ്യടാ, വെള്ളവത്തിയാന്ന് പറയുന്നു. ദിയ ഇതെല്ലാം വാച്ച് ചെയ്തിട്ട് അതിനനുസരിച്ച് പെരുമാറുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ദിയ. ഇപ്പൊ ദേവന് കുറച്ചും കൂടി ഫാൻസ് കൂടുതലാണല്ലോ. അപ്പൊ എങ്ങനെയാ ദേവന് നിങ്ങൾ ഫാമിലി ഫുൾ പുറത്തേക്ക് പോകുമ്പോ ആൾക്കാർ ഏറ്റവും കൂടുതൽ വന്ന് സംസാരിക്കുന്നത് ദേവനോട്? അപ്പൊ നിങ്ങൾക്ക് ഒരു ആസ് എ പാരന്റ്സ് ഭയങ്കര പ്രൗഡ്. പിന്നെ നമ്മൾ പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രായത്തിൽ തന്നെ ദേവുവിന്റെ അമ്മയല്ലേ അല്ലെങ്കിൽ ദേവുവിന്റെ പപ്പയല്ലേ, ദേവു എന്ന് പറയില്ല, ദേവു ദിയാന്നാ പറയാ. ദേവുദിയന്റെ അമ്മ ഇതാ പോണു, ദേവുദിയന്റെ പപ്പ. നമുക്കൊരു അഭിമാനല്ലേ നമ്മുടെ മക്കളെ പേരിൽ അറിയപ്പെടാൻ, അല്ലേ? എല്ലാവരും പാരന്റ്സിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. കൺഫ്യൂഷൻ ആണ് പൊതുവെ എല്ലാവർക്കും. ഇപ്പൊ ഒരു പ്രാവശ്യം ദേവുവിന്റെ അടുത്ത് വന്നിട്ട് ഒരു കുട്ടീന്റെ പാരന്റ്സ് നിക്കല്ലേ എന്ന് ചോദിച്ചു. ഫസ്റ്റ് വന്ന് അവർക്ക് ഈ 3 പേരെ അറിയുള്ളൂ, അത് ആരൊക്കെയാന്നുള്ളത്. അതെ, അതും അതെ. പിന്നെ ഞാൻ പോകുമ്പോ ഒരു കുട്ടി, അതാ നിക്കിയുടെ അമ്മ പോണു, നിക്കിന്റെ അമ്മ പോണു, നിക്കിയുടെ അമ്മ പോകുന്നു പറയാ. ഞങ്ങളെ ക്യാരക്ടർ നിക്കിനെ കൊണ്ട് അമ്മ വിളിപ്പിക്കുന്നത്. അമ്മ, ചേച്ചി, പപ്പ അങ്ങനെ തന്നെയാണ് വിളിപ്പിക്കുന്നത്. അതുകൊണ്ടായിരിക്കും നിക്കിയുടെ അമ്മ പോകുന്നു, പപ്പ പോകുന്നു എന്നൊക്കെ പറയുന്നത്. ഞാൻ എന്തായാലും ഒരു വീഡിയോ കാണിച്ചു തരാം. നമ്മൾ എപ്പോഴും നമ്മളിപ്പോ മക്കളെ കൊണ്ട് നമ്മൾ പ്രൗഡ് ആവാന്ന് പറയുന്നത് എല്ലാ അച്ഛനമ്മമാർക്കും കിട്ടുന്ന ഒരു സംഭവം അല്ല. അപ്പോ നിങ്ങൾ ശരിക്കും ബ്ലെസ്ഡ് ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ഹാപ്പി വീഡിയോ ഞാൻ കാണിച്ചു ഇവിടെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇതിനെ കുറിച്ച് അച്ഛൻ പറയും. കാരണം അച്ഛൻ കരയുന്നത് കണ്ടിട്ട് അച്ഛൻ കരയുന്നത് ഞങ്ങൾ അധികം കണ്ടിട്ടില്ല. സന്തോഷം കൊണ്ടാണ്. അപ്പം ഒന്നുമില്ല, ഞാന് ആക്ച്വലി അങ്ങനെ ആവറേജ് സ്റ്റുഡൻ്റാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പം ആ ഒരു മാർക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അപ്പം അതിന്റെ ഒരു സന്തോഷം കൊണ്ട് അപ്പൊ ഒരു ഹാപ്പി കൊണ്ടുള്ള ഒരു കരച്ചിൽ വന്നതാണ്. പറഞ്ഞായിരുന്നു 80 above ആ ഒരു മാർക്ക് വേണം പറഞ്ഞു. അത്രയെങ്കിലും കിട്ടിയാൽ മതി എനിക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഞങ്ങൾ അധികം ഷോർട്ട് ഫിലിംസ് ഒക്കെ ശ്രദ്ധിച്ചറിയാതെ ചെറിയ റോൾസേ ഉള്ളൂ, ചെറിയ ചെറിയ ഏരിയകളേ ഉള്ളൂ. എന്നാ ഉണ്ടെന്ന് ആൾക്കാർക്ക് തോന്നിപ്പിക്കുന്ന നല്ല ഗ്യാപ്പ് ഉണ്ട് ഈ വർഷം. അപ്പൊ അങ്ങനെ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങള് പഠിത്തത്തിനെ ബാധിക്കാത്ത രീതിയിലാണ് ഷൂട്ടെല്ലാം ചെയ്തോണ്ടിരുന്നത്. ലീവ് ആക്കാറില്ല ഞങ്ങള്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ പഠിച്ച് ഇത്രയും കിട്ടിയല്ലോ എന്ന് വിചാരിച്ച ഒരു സന്തോഷം. ഞാൻ ഇത് കൊറേ കമന്റ്സ് ഉണ്ട്, അച്ഛൻ കരയുന്നത് കണ്ടിട്ട് ഞങ്ങൾക്കും കരച്ചില് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷായി അത്രയും കിട്ടിയതില്. ഓക്കെ, ഇങ്ങനെ ഇത് എങ്ങനെയുള്ള ഒരു അച്ഛൻ? ഇപ്പൊ നമ്മളിങ്ങനെ സിനിമകളിൽ ഇപ്പൊ ചിലപ്പം ലാലു അലക്സ് പെൺകുട്ടിയുടെ പപ്പയായിട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അതേപോലെ ഇപ്പൊ സിദ്ദിഖിക്ക അവരൊക്കെ ജഗദീഷ് ഏട്ടനൊക്കെ ഇങ്ങനെ പെൺപിള്ളേരുടെ പപ്പയായിട്ട് വരുമ്പോ ഒരു പ്രത്യേക രസമാണ് കാണാൻ. അപ്പൊ ഇങ്ങനത്തെ ഒരു പപ്പയാണ്, അതുപോലത്തെ തന്നെ ഒരു ഫ്രണ്ട്ലി പപ്പയാണ്. ഫ്രണ്ട്ലി പപ്പയാണ്. നമ്മള് ഇപ്പം എന്ത് ചോദിച്ചാലും വാങ്ങിത്തരും, സ്പോട്ടിൽ വാങ്ങിത്തരും, വാങ്ങിത്തരാൻ പറ്റണമെങ്കിൽ വാങ്ങിത്തരും. പിന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എങ്ങനെയാ മോളായിട്ട് മക്കൾ രണ്ടുപേരായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു പാരന്റ്സ് ആണോ നിങ്ങൾ? ഞങ്ങളാണ് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്, ചെറുപ്പം മുതലേ ആ ഒരു രീതി തന്നെയാണ്. നമ്മൾ അങ്ങനെ ഒന്നിനും പഠിക്കാനാണെങ്കിലും ഒന്നിനും അങ്ങനെ അങ്ങ് ഫോഴ്സ് ചെയ്തിട്ടോ ചീത്തറിട്ടൊന്നുമില്ല. എന്താണ് കിട്ടുന്നത് അത് ഓക്കെ. ഞാനും അങ്ങനെ വലിയ പഠിച്ചോണ്ടിരുന്ന ആളൊന്നുമില്ല, ആവറേജിനും താഴെയുള്ള ആളായിരുന്നു.
അവര് എല്ലാവരും അതെ. അപ്പൊ പിന്നെ നമ്മളെ മക്കൾ ഇനിയിപ്പോ ഭയങ്കരമായിട്ട് പഠിക്കണം നമ്മൾ പ്രതീക്ഷിക്കണ്ടല്ലോ. അല്ല, നമ്മുടെ ഒരു ബുദ്ധിയല്ലേ കുട്ടികൾക്കും കിട്ടുള്ളൂ, വിചാരിച്ചുള്ളൂ. പിന്നെ അത്രേ ഉള്ളൂ. അതുകൊണ്ട് വല്ലാതെ ഫോഴ്സ് ചെയ്തേന്നില്ല പഠിക്കണം എന്ന് പഠിത്തമാണ് എല്ലാം ജയിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ സബ്ജക്റ്റിനും ജയിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജയിക്കുമെന്ന് വരെ ഞങ്ങൾക്ക് ഇടയ്ക്ക് പേടിയുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ സന്തോഷം കൂടുതൽ. അപ്പൊ ഇതാണ് പിന്നെ എക്സാം കഴിഞ്ഞ് വരുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാ ഇങ്ങനെ കാണിക്കും. മോഡൽ എക്സാമിനൊക്കെ ഭയങ്കര കുറവായിരുന്നു. എത്ര പെർസെന്റേജ് ആയിരുന്നു? 52%. അത്ര ഉള്ളായിരുന്നു. അപ്പൊ നമ്മള് മോഡൽ എക്സാം കറക്റ്റ് ഒരു 2 ദിവസം മുമ്പാണ് നടന്നത്. അപ്പൊ ഞങ്ങൾ ആകെ പേടിച്ചു പോയോ, 52 ആണല്ലോ, അപ്പൊ ഫൈനൽ എക്സാമിന് ഇനി അതിലും കുറയോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പേടിച്ചിരിക്കുന്നു. അങ്ങനെ പേടിച്ചിരിക്കുന്നിടത്ത് ഒരു ഇത്രയും വ്യത്യാസം വന്നപ്പോ ഞങ്ങൾ സന്തോഷിച്ചു. ശരിക്കും ഇങ്ങനെ പറയുമ്പോഴേ നിങ്ങൾ ശരിക്കും ബ്ലെസ്ഡാ. നോർമലി ഇപ്പൊ ഏറെക്കുറെ ചേഞ്ചസ് ഉണ്ടെങ്കിലും എന്നാലും സ്റ്റിൽ എവിടേക്കും ഉണ്ട്. ഇപ്പൊ ഒരു മാർക്ക് കുറഞ്ഞാൽ തന്നെ അതിന് ചീത്ത പറയുന്ന കുറെ പേരൻസ് ഉണ്ട്. അല്ലെങ്കിൽ വേറെ ആൾക്ക് ഇത്രയും മാർക്ക് കിട്ടി, നിനക്ക് എന്താ അത് കുറഞ്ഞ്, അല്ലാതെ ഇത്രയും കിട്ടിയതിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്ട് പോയതിനെ കുറിച്ചിട്ട് കുറ്റം പറയുന്ന കുറെ പേരൻസ് ഉണ്ട്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഇവരെ കിട്ടിയത് ശരിക്കും നിങ്ങളുടെ രണ്ടുപേരുടെ ലക്കാന്ന് ഞാൻ പറയുന്നത്. മനസ്സിലായി. ഇതുപോലെ ഇനി ചേച്ചിന് എന്താ പ്ലാൻ? ചേച്ചിന്റെ അത്രയും മാർക്ക് വാങ്ങിക്കോ, ചേച്ചിന്റെ മാർക്ക് വാങ്ങിക്കോ? ചേച്ചിന് എത്ര വാങ്ങിക്കായിരിക്കും? അല്ല, ചേച്ചിനെക്കാളും മേടിക്കും. നിലവിൽ ചേച്ചിനെക്കാളും പഠിക്കുന്ന ആളാണ് ഇപ്പൊ ഇനി ഭാവിയിൽ എന്തായിരിക്കും അറിയില്ല. അറിയില്ല. ഈ ചേച്ചിയുടെ ഫാൻസ് ഒക്കെ ഒന്ന് ദേന്റെ അടുത്ത് ചോദിക്കാറുണ്ടോ ചേച്ചി എവിടെയാന്നൊക്കെ? അപ്പൊ എന്താ സന്തോഷാണോ? എക്സ്പ്രഷൻ ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാ? ദിയക്കാണോ ചേച്ചിക്കാണോ? ചേച്ചിക്ക്. അങ്ങനെ ദിയക്ക് ദിയയുടേതായിട്ടുള്ള ഫാൻസ് ഉണ്ട്. ദേവുന്റെ ഇത് എന്താന്ന് വെച്ചാല് നമ്മളെ പിന്നെ മാളിൽ എവിടെങ്കിലും പോകുമ്പോ ഫോട്ടോ എടുക്കാൻ വരുമ്പോ ചിലരുണ്ടാവും, ദേവ് ഒന്ന് വരുമോ ഫോട്ടോ എടുക്കാം. അപ്പൊ ദിയ അവിടെ ഇരിക്കും, ദിയനെ വിളിക്കണ്ടാവില്ല. പക്ഷെ നേരെ തിരിച്ചും വരും, ദിയ ഒന്നൊരു ഫോട്ടോ എടുത്തോട്ടെ ചോദിക്കും. പക്ഷെ രണ്ടുപേരെ വിളിക്കുമ്പോ രണ്ടുപേർക്കും ഹാപ്പിയാണ്. ഓരോരുത്തരെ വിളിക്കുമ്പോ ദേവുവിന് പിന്നെ ഇൻട്രോട്ട് ആയതുകൊണ്ട് ആരും വിളിച്ചില്ലെങ്കിൽ അത്ര സന്തോഷം. നേരെ തിരിച്ചാ, വിളിച്ചില്ലെങ്കിൽ മാത്രമേ സങ്കടമുള്ളൂ, വിളിച്ച സന്തോഷം. എനിക്കിങ്ങനെ ഫോട്ടോ എടുക്കാൻ വരുന്ന ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഞാൻ അവരോട് അങ്ങനെ വർത്താനം പറയാറില്ല. പിന്നെ ഞാൻ എല്ലാവരോടും എവിടെയാ വീട് പഠിപ്പിച്ച് വെച്ചേക്കുക. ആരെങ്കിലും വന്ന് ചോദിക്കണം എന്താ പേര്, എവിടെയാ വീട്, അതാ ആര് വന്നാലും അതേ പറയും. അവർക്കത് മനസ്സിലാവില്ല. പക്ഷെ ഞങ്ങള് ഒരു മാളിൽ ചെന്ന് കഴിഞ്ഞാല് ദേവ് ഇത് തന്നെ ആയിരിക്കും, എന്താ പേര്, എവിടെ വീട്, ഓക്കെ അവർക്ക് മനസ്സിലാവില്ല. അവര് ഫസ്റ്റ് ടൈം അല്ലേ, ഞങ്ങളിത് എപ്പോഴും തന്നെ കണ്ടോണ്ടിരിക്കുന്നത്. എന്താ ഇപ്പൊ ഇവരുടെ സ്കൂളിലൊക്കെ പോവാറില്ലേ പേരൻസ് മീറ്റിങ്ങിനൊക്കെ? അപ്പൊ എന്താ ടീച്ചേഴ്സിന്റെ ബാക്കിയുള്ള പേരൻസ് ഒക്കെ പറയാം? നിങ്ങളുടെ കമന്റ്സ് കാണാറുണ്ട്. ടീച്ചേഴ്സ് ഇപ്പം ദേവ് നേരത്തെ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് ചില ആൾക്കാർ നല്ല സപ്പോർട്ടാണ്, ചില ആൾക്കാർ നേരെ ഓപ്പോസിറ്റാ. അവർക്ക് പിന്നെ അവരങ്ങനെ കളിയാക്കുന്ന ആൾക്കാർ വരെയുണ്ട്. ക്ലാസ് എടുക്കുമ്പോൾ ഇൻഡയറക്ട്ലി നമ്മളോട് പിന്നെ അങ്ങനെ കളിയാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഒരാള് പറഞ്ഞൊരു ഡയലോഗ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമിച്ച് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരാണ് ക്ലാസ്സിലുള്ളൊരു സാറാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ എന്തൊക്കെ ഇങ്ങനെ പാരൻസിന്റെ ജോലി എന്താന്നൊക്കെ ചോദിച്ച് എല്ലാ കുട്ടികളെയും വിളിച്ച് ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ദേവ് എണീറ്റ് നിന്ന പാടെ പറഞ്ഞു, നിങ്ങൾ പിന്നെ ആൾക്കാരെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണല്ലോ എന്ന് പറഞ്ഞു ഇവരോട്. അപ്പൊ ബാക്കി കുട്ടികളെല്ലാം ചിരിച്ചപ്പോ ദേവുവിന് അങ്ങനെ ഫീൽ ആവുന്ന ആളൊന്നല്ല, എന്നാലും ഒരു വിഷമം. അവൾ കരഞ്ഞു എന്ന് പറഞ്ഞു. കരഞ്ഞു. അപ്പൊ അത് ഞങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. കാരണം ഒരു സാർ അങ്ങനെ പറയാൻ പാടില്ല. കാരണം കുട്ടികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോ അതൊരു വ്ലോഗ് ചെയ്തു അതിന് മുമ്പ് ഞങ്ങള്. അതൊരു ഫൺ വീഡിയോ ആയിരുന്നു. നമുക്ക് കാണുമ്പോ അറിയാം, ക്ലാസ്സിലുള്ള എല്ലാ ടീച്ചേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു വ്ലോഗ് മറ്റു റൂമിലേക്ക് കയറി. അത് കഴിഞ്ഞപ്പോ അതില് ആർക്കൊക്കെ ഹാർട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽപ്പെട്ടൊരു സാറാണ്. പിന്നെ നേരെ പിറ്റേ ദിവസം കഴിഞ്ഞപ്പോ പെട്ടെന്ന് വന്നിട്ട് നിങ്ങളെ പാരന്റ്സിന് എല്ലാവർക്കും എന്ത് ജോലി ചോദിച്ചിട്ട് ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ദേവുവിനോട് ഇത് പറയാൻ വേണ്ടിട്ട് പുള്ളി ചെയ്താന്ന് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. അതെന്ന് വെച്ചാല് നമ്മള് ടീച്ചേഴ്സിന്റെ പേര് നമ്മൾ പറഞ്ഞിട്ടില്ല, സബ്ജക്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവരെ ക്ലാസ് എടുക്കുന്ന രീതി ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു. അത് പക്കയായിരുന്നു. ഒരുപാട് ടീച്ചേഴ്സ് ചിരിച്ച് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് മാത്സിന്റെ ടീച്ചർ പിന്നെ ഒരു 10 പ്രാവശ്യമെങ്കിലും അത് കണ്ടു ചിരിച്ചു എന്ന് പറഞ്ഞു. മാത്സിന്റെ ടീച്ചറെ അനുകരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ സാറിനും വേറെ 1-2 ടീച്ചേഴ്സിനും അത് ഭയങ്കര ഹേർട്ടായിട്ടുണ്ട്. പിന്നെ പഠിപ്പിക്കാത്ത ഒരു ടീച്ചറിനും എന്നെ ഇഷ്ടമല്ല.
അവര് പറയലുണ്ട് വേറെ ഞാൻ ഫ്രണ്ട്ലി ആവണ കുറച്ച് കുട്ടികളോട് പറയും ആ കുട്ടികളോട് പോയി വർത്താനം പറയണ്ട എന്ന് പറയാറുണ്ട്. അത് ബസ്സിൽ സ്കൂൾ ബസ്സിലുള്ള ടീച്ചറാണ്. ആ ടീച്ചർ അങ്ങനെ കുറച്ച് പേരൊന്നും പറയുന്നില്ല. അതായത് ടീച്ചേഴ്സ് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ കുട്ടികളെ കുറിച്ച്, അങ്ങനെ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ പറയണത്. അതും പറയുമ്പോൾ ഇവള് പാവാണ്, ഇവള് ഒന്നും ആരോടും അങ്ങോട്ട് കയറി ഒന്നും പറയാത്തൊരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ വേറെ കുട്ടികള് ബസ്സിൽ പോണ ടീച്ചറെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. പക്ഷെ കുട്ടികളെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഇവളോട് ബസ്സിൽ ടീച്ചറെ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു അവരുടെ കമ്മിയുണ്ട് അവര് അങ്ങനെ 2-3 തൊട്ട് ആ കുട്ടീനോട് പറഞ്ഞു. പക്ഷെ പിന്നെ പറഞ്ഞപ്പം ആ കുട്ടി പിന്നെ എന്നോട് മിണ്ടൽ നിർത്തി. പാരന്റ്സിനോട് പറയുന്നു പറഞ്ഞു, ഇനി മിണ്ടിയ പാരന്റ്സിനോട് പറയുന്നു പറഞ്ഞു. അപ്പൊ പിന്നെ കുട്ടി മിണ്ടിയിട്ടില്ല. പിന്നെ ഞാൻ വേറെ സീറ്റിൽ പോയിരുന്നു, ഒരു പ്രശ്നം വരണ്ട വിചാരിച്ചിട്ട്. അതെന്താ അങ്ങനൊക്കെ? അത് പണ്ടൊരു ഇൻസിഡന്റ് നടന്നിരുന്നു ഇതേപോലെ ബസ്സിൽ സീറ്റിന്റെ പ്രശ്നം, സ്കൂൾ ബസ്സിന്റെ. അപ്പം ഇവര് സീറ്റിൽ ഇരുന്ന സമയത്ത് ആകെ 3 പേരെ സീറ്റാൻ കണ്ട, അപ്പം 5 പേര് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പം ഒരാളോട് മാറിയിട്ട് അങ്ങോട്ട് ഇരിക്കും, മടിയിലിരിക്കും, ദിയനെ എടുത്ത് മടിയിൽ വെക്കാൻ അങ്ങനെ എന്തോ പറഞ്ഞു. 5 പേരുണ്ട്. അപ്പം കുറച്ച് ചെറുതാണ്, 6ാം ക്ലാസ്സിലെ 7-ലോ 8 പഠിക്കുന്ന സമയത്താ. അപ്പൊ അവര് അങ്ങനെ മടിയിൽ വെക്കാം. അപ്പൊ ഇവള് മടിയിൽ ഇരുന്നില്ല. ഇവള് പറഞ്ഞാൽ എനിക്ക് മടിയിൽ വെക്കാൻ പറ്റില്ല എന്ന് ടീച്ചറോട് പറഞ്ഞു. പഠിപ്പിക്കാത്ത ടീച്ചറാണ്. എനിക്ക് പറ്റില്ല, എനിക്ക് കാല് അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പം അതിനുശേഷം ഇഷ്ടമല്ല, അതെന്തോ ആണ്, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ടീച്ചർ വേറെ, എന്നെ ഇഷ്ടമല്ലാത്ത ടീച്ചർ വേറെ. ടീച്ചർ പറഞ്ഞു കൊടുത്താ അല്ലേ? അത് ചില സ്കൂളിൽ അങ്ങനെ ഉണ്ട്. ചില ടീച്ചേഴ്സിനെ നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ കാണുന്നവർക്ക് ഇഷ്ടമല്ല. അങ്ങനെയുണ്ട് ചില ടീച്ചേഴ്സ് ഒക്കെ അങ്ങനെ. അവർക്ക് എന്തെങ്കിലും കാരണം കാണുമായിരിക്കും. പക്ഷേ ടീച്ചേഴ്സ് നമ്മള് പണ്ടൊക്കെ പിന്നെ ഉണ്ട്, പക്ഷെ ഇപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങൾ ഇപ്പൊ തന്നെ ന്യൂസിൽ ഈ അടുത്തൊക്കെ കണ്ടത് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഒരിക്കലും നമ്മൾ പക്ഷെ ടീച്ചേഴ്സിന് അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ ഇവളോട് നേരിട്ട് പറയാം. പക്ഷെ ബാക്കിയുള്ള കുട്ടികളോട് മിണ്ടരുത്, അവൾ അടുത്തിരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് സങ്കടമായി. അതുകൊണ്ട് തന്നെ നമുക്കൊരു പിന്നെ ഒരു വോൾ ബസ്സിൽ വെച്ചിട്ട് ഷൗട്ട് ചെയ്തിട്ടുണ്ട് എന്നോട് ആ ടീച്ചർ. ഈ സീറ്റിന്റെ പ്രശ്നത്തിലാണ്. എങ്ങനെ അങ്ങനെ പറയാൻ പാടുണ്ടോ ഒരു ടീച്ചറിനോട്, മടിയിലിരുത്താൻ പാടില്ല എന്ന് പറയാൻ പാടുണ്ടോ പറഞ്ഞിട്ട് എല്ലാവരും എന്നെ നോക്കി നിൽക്കുക. ഞാനൊരു സീറ്റിൽ ഇങ്ങനെ നിൽക്കുക. എനിക്ക് ആകെ നാണക്കേടായി. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അയ്യോടാ. പക്ഷെ അതിനൊക്കെ ഉള്ള ബെസ്റ്റ് തിരിച്ചടിയാണ്. അത്രയും മാർക്ക് വാങ്ങി അവിടെ നിന്ന് പാസ്സായി. എനിക്കൊന്നും ഒരു പ്രതീക്ഷയാണോ എല്ലാവർക്കും. സാറിനൊട്ടും പ്രതീക്ഷിച്ചാണ്. ഞാൻ പിന്നെ ഒരു C ക്ലാസ് സ്റ്റുഡന്റും ആണ്. അപ്പം അതെല്ലാരും നോട്ട് ചെയ്യണ സംഭവമാണ്. അപ്പൊ എന്തായാലും ബെസ്റ്റ് റിവെഞ്ചാ ഇങ്ങനത്തെ പരിപാടി. നമുക്ക് റിവെഞ്ച് ചെയ്യാൻ അതെ, അതൊരു സൂപ്പർ കൈയ്യടി കിട്ടേണ്ട ഒരു കാര്യം തന്നെയാ. പക്ഷേ ഇപ്പം എന്തായാലും നിങ്ങൾക്ക് ഇപ്പൊ 2 ചാനൽസിലാണെങ്കിലും മില്യൺസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, വ്യൂസ് ഉണ്ട്, അത്ര ആൾക്കാരെ അറിയാം. അപ്പൊ പിന്നെ ഈ നെഗറ്റീവ് ഒന്നും മൈൻഡ് ആക്കണം. ഞാനത് തന്നെ പറയാറ്, മൈൻഡ് ചെയ്യേണ്ട ആവശ്യം. വേണേ നമുക്ക് കംപ്ലൈന്റ് ഒക്കെ ചെയ്യാം. അങ്ങനെ ടീച്ചേഴ്സ് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. പ്രിൻസിപ്പളെ കുറച്ച് സ്ട്രോങ് ആളാണ് പുള്ളി. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ എടുക്കുകയും ചെയ്യും. ഇനി അതിനി അവിടെ പഠിക്കുന്നതല്ലേ, ഇനി പോട്ടെ എന്ന് പറഞ്ഞു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.